അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. മറ്റുള്ളവരോട് നിങ്ങളുടെ ഏത് രഹസ്യം വേണം പറയേണ്ടതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. അയ്യോ എൻ്റെ ദൈവമേ, ഞാൻ അറിയാതെ അവള് എന്നെ കൊണ്ട് പറയിപ്പിച്ചപ്പം പറഞ്ഞതാണ്, അതിപ്പം കണ്ടില്ലേ, ഇങ്ങനെ വന്നു. അതുകൊണ്ട് സൂക്ഷിക്കുക. ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആലിസ് മാത്യു. എല്ലാവരും സുഖമായിരിക്കുന്നു കരുതട്ടെ. അപ്പം നമ്മൾ നാർസിസ്റ്റുകളെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. എങ്ങനെ തിരിച്ചറിയാം, എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇനിയിപ്പം നാർസിസ്റ്റ് ആകണമെന്നില്ല, അല്ലാതെ ഉള്ളവരോടാണെങ്കിലും നമ്മുടെ ഫ്രണ്ട്സിനോടോ അല്ലെ റിലേറ്റീവ്സിനോടോ ഒക്കെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ വെട്ടിത്തുറന്ന് പറയാൻ പാടില്ല. കാരണം അങ്ങനെയുണ്ടെങ്കിൽ നാർസിസ്റ്റ് ആകണമെന്നൊന്നുമില്ല. ആളുകളുടെ സ്വഭാവമൊന്നും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അവരെ ഏത് സമയത്ത് എങ്ങനെ പെരുമാറും എന്നൊന്നും തീരുമാനിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ സീരിയസ് ആയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമതായിട്ട് വേണ്ടിയത്, ആരോടും നമ്മുടെ മിസ്റ്റേക്കിനെ കുറിച്ച് പറയരുത്. നമ്മുടെ മിസ്റ്റേക്കിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, സാഹചര്യം കിട്ടുമ്പോൾ അവര് അത് നമുക്ക് എഗൻസ്റ്റ് ആയിട്ട് പ്രയോഗിക്കും. ഇന്ന് വലിയ കൂട്ടായിട്ടിരിക്കുന്നുണ്ട്. ഇന്ന് വലിയ കൂട്ടായിട്ടിരിക്കുമ്പോൾ ഈവൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ പോലും നമ്മൾ നമ്മുടെ വീട്ടിലെ രഹസ്യങ്ങളോ കാര്യങ്ങളോ എന്നതെങ്കിലും, വീട്ടിലെന്ന് പറഞ്ഞെന്നാൽ ഭാര്യയുടെ വീട്ടിലെ കാര്യങ്ങളോ സഹോദരങ്ങളുടെ കാര്യമോ എന്തുവാന്ന് പറഞ്ഞെന്നാലും അത് മുഴുവനായിട്ട് പറയരുത്. നുണയൊന്നും പറയരുത്, ഒരിക്കലും നുണ പറയരുത്. ചിലർക്കൊക്കെ ഉണ്ടല്ലോ, അയ്യോ വളരെ ട്രാൻസ്പെറന്റ് ആയിരിക്കണമെന്നും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ പറയും. പക്ഷെ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ, ഒരു ഇച്ചിരി കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളെ ജീവിതമല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പറഞ്ഞെന്നോ എടുത്തെന്നോ വഴക്ക് പിടിച്ചെന്നോ ഒക്കെ ഇരിക്കും. അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ ഈ സ്നേഹനിധിയായ ഭർത്താവ് തന്നെ നിങ്ങൾ പറഞ്ഞതെല്ലാം നിങ്ങൾക്കെതിരായിട്ട് അങ്ങോട്ട് പറയാം. നീയും നിന്റെ അനിയത്തിമാരും ചേട്ടത്തിമാരും എല്ലാം ഒരേ സൈസ് തന്നെയാന്ന് എനിക്കറിയാം, ചുമ്മാ അതല്ല നീ ഇങ്ങനെ കിടന്നുകൊണ്ട് ചാടുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു എന്നതുപോലെ അവര് അത് നമുക്ക് എഗൻസ്റ്റ് ആയിട്ട് പ്രയോഗിക്കും. ഇപ്പം എന്റെയൊക്കെ ഒരു പോളിസി വെച്ചെന്ന് പറയുന്ന ഉള്ള കാര്യം ഉള്ളതുപോലെ അങ്ങ് പറയും. അപ്പം പിന്നെ കൂട്ടി ചോദിച്ചെന്നാൽ ചെയ്തതാണെങ്കിൽ ചെയ്തതാണെന്ന് പറയാമല്ലോ എന്നുള്ളതുകൊണ്ട്. പക്ഷേ അവിടെ ഒരു പ്രശ്നം എന്നാന്ന് പറഞ്ഞാൽ, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ മറ്റുള്ളവരോട് പറയുകയോ നമുക്കിട്ട് ആക്രമിക്കാൻ വരികയോ ചെയ്തെന്നാൽ നമുക്ക് നിൽക്കാം. പക്ഷെങ്കിൽ നമ്മുടെ കൂടെ ചേർന്ന് നമ്മൾ പറഞ്ഞതിനെ പൊടിപ്പും തൊങ്ങലും വെച്ചിട്ട് നമുക്ക് എഗൻസ്റ്റ് ആയിട്ട് ഉപയോഗിച്ചാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് വെരി കെയർഫുൾ. നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ ആരോടും, ഇനി സ്വന്തം ഭർത്താവിനോട് പോലും അല്ലെ സഹോദരങ്ങളോടോ അമ്മയോടോ അപ്പനോടോ പോലും ഫ്രണ്ട്സിനോടോ ആരോടും പറയരുത്. കാരണം ഇവരുടെയൊക്കെ സ്വഭാവം ഏത് സമയത്ത് മാറുമെന്ന് നമുക്ക് ഒരു ഗ്രാഹ്യവും ഇല്ല. ഇപ്പൊ 5-6 സിബ്ലിങ്സ് ഒക്കെ ഉള്ള വീടാണെന്ന് പറയുവാണെങ്കിൽ 1-2 പേരെങ്കിലും കാണും ആ വീട്ടിൽ കുശുമ്പും പൈശന്യവും ഒക്കെ ഉള്ളവര്. ഇപ്പം അവരെല്ലാവരും വീട്ടിലുള്ള സിബ്ലിങ്സ് 5-6 സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ അവരെല്ലാവരും ഒരുപോലെ എക്സൽ ചെയ്തെന്ന് വരത്തില്ല. അപ്പൊ 1-2 പേര് കുറച്ച് നല്ലതായിട്ട് അഭിവൃദ്ധിയിൽ പോയെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് അത് ഒട്ടും സൂഹിക്കത്തില്ല, സ്വന്തം സഹോദരങ്ങളാണെന്ന് പറഞ്ഞാലും. ഇങ്ങനെയുള്ളവർക്ക് അറ്റ്ലീസ്റ്റ് 1-2 പേരോട് കുശുമ്പും പൈശന്യവും ഒക്കെ കാണും. ഇവരെന്തോ എടുക്കുമെന്നറിയാമോ, ഇടയ്ക്കിടയ്ക്ക് പക്ഷം മാറും. ഇന്ന് 2 പേരോട് കൂട്ടാണെന്ന് പറയുവാണെങ്കിൽ നാളെ ആ 2 പേരെ വിട്ടിട്ട് വേറെ 2 പേരോട് കൂട്ടമാകും, അല്ലെ അപ്പനോടും അമ്മയോടും കൂട്ടായിട്ട് കാര്യസാധ്യത്തിന് വേണ്ടി അവരങ്ങനെ മാറി മാറി കൂട്ടുപിടിക്കും. അപ്പൊ എന്താ സംഭവിക്കുന്നത്? അപ്പൊ ഒരാളുടെ കുറ്റം പറഞ്ഞാലല്ല ഇവരോട് കൂട്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അവര് നിങ്ങളോട് കൂട്ടായിരുന്നു കഴിയുമ്പോൾ പേരൻസിനെ കുറിച്ചും മറ്റ് സിബ്ലിങ്സിനെ കുറിച്ചും എല്ലാം ഭയങ്കരമായിട്ട് കുറ്റം പറയും. കഷ്ടകാലത്തിന് നിങ്ങളും എന്തെങ്കിലും പറഞ്ഞെന്നിരിക്കും. കാരണം എല്ലാവർക്കും ബാഡ് എക്സ്പീരിയൻസ് ഒക്കെ കാണുമല്ലോ. അപ്പൊ അത് വെച്ച് പറഞ്ഞെന്നിരിക്കും. പക്ഷെ എന്താണെന്നറിയോ സംഭവിക്കുന്നത്? 2 ദിവസം കഴിയുമ്പോൾ ഇയാള് മറ്റ് സഹോദരങ്ങളുടെ പക്ഷവും അതുപോലെ തന്നെ പേരൻസിന്റെ പക്ഷവും ഒക്കെ ചേർന്നിട്ട് നിങ്ങളെ മോശമായിട്ട് ചിത്രീകരിച്ച് കുറ്റക്കാരി അങ്ങാകും. ഇവരുടെ ഉദ്ദേശം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ എല്ലാവരിൽ നിന്നും ഒറ്റയാക്കണം, നിങ്ങൾ മോശമാണെന്ന് കാണിക്കണം. അതിനുവേണ്ടി എത്ര അറ്റം വരെ പോകണമെന്ന് പറഞ്ഞാലും പോകും, എത്ര നീചമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞാലും ചെയ്യും. നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ പോലും പറഞ്ഞു പരത്തിയെന്നേ. ഇങ്ങനെയുള്ളവരൊക്കെ ശരിക്കും ഒരു സാഡിസ്റ്റ് സ്വഭാവമുള്ളവരായിരിക്കും. അവർക്ക് ജയിക്കാൻ വേണ്ടി എന്ത് കുതന്ത്രം വേണമെങ്കിലും ചെയ്യും. ഇത് ശരിക്കും നടക്കുന്ന സംഭവങ്ങളാണ് കേട്ടോ. നമ്മളിത് പറഞ്ഞു കഴിയുമ്പോഴേതിന് ഓർക്കും ഇതൊക്കെ ചുമ്മാ എക്സാജറേഷൻ ആണെന്ന്. ഒരിക്കലും അല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടാത്ത തലവേദന ഉണ്ടാകാതിരിക്കാനായിട്ട് നിങ്ങളുടെ രഹസ്യങ്ങളൊക്കെ നിങ്ങളിൽ തന്നെ സൂക്ഷിക്കണം. നിങ്ങളുടെ ഉയർച്ചയോ അഭിവൃദ്ധിയോ നേട്ടങ്ങളോ മറ്റുള്ളവർക്ക് ഇൻക്ലൂഡിങ് യുവർ സിബ്ലിങ്സിന് വരെ സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. നാർസിസ്റ്റുകളായിട്ടുള്ള സിബ്ലിങ്സ് മാത്രമല്ല, ഈവൻ ഭർത്താക്കന്മാർ പോലും സഹിക്കത്തില്ല. അവരെക്കാളും കുറച്ചുകൂടെ
ഉയർച്ചയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതുപോലും അവർക്ക് താങ്ങാനായിട്ട് പറ്റത്തില്ല. ഈ അടുത്തിടെ കേട്ട ഒരു സംഭവത്തിന്റെ ഞെട്ടലിൽ നിന്ന് ഞാൻ ഇതുവരെ വിമുക്തി ആയിട്ടില്ല. എന്റെ ഫ്രണ്ടും ഭർത്താവും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 25 വർഷമായി കല്യാണമൊക്കെ കഴിഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ ഇരിക്കെ എന്റെ ഫ്രണ്ട് അവളുടെ സഹോദരിയുമായിട്ടൊന്ന് തെറ്റി. എന്നിട്ട് ചെയ്തത് എന്താണെന്ന് അറിയാമോ? കേട്ടാൽ ലജ്ജ തോന്നും. ഈ ഫ്രണ്ടിന്റെ ഭർത്താവും ഫ്രണ്ടിന്റെ സഹോദരിയുമായിട്ട് ഭയങ്കര കൊലാബറേഷൻ. ഫോൺ വിളിക്കുന്നു, മെസ്സേജ് വിടുന്നു, എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും, ഭാര്യയുടെ നീക്കങ്ങൾ മുഴുവനും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നു. ഭയങ്കര കാര്യം. പാവം ഈ ഭാര്യ ഇതൊന്നും അറിയാതെ സ്നേഹനിധിയായ ഭർത്താവിനെ അങ്ങ് പരീക്ഷിച്ചു പോരുവാണ്. ഈവൻ ഭാര്യ പറഞ്ഞ രഹസ്യങ്ങൾ പോലും ഈ ഭാര്യ സഹോദരിയോട് പറഞ്ഞിരിക്കുകയാണ്. വിശ്വസിക്കാൻ തോന്നുന്നുണ്ടോ? എന്ന് പറഞ്ഞെന്നാൽ അവരെ തമ്മിൽ അത്രയ്ക്കും ബന്ധം. മനസ്സിലായോ? ഇതെല്ലാം ഭാര്യ അറിയാതെ നടക്കുന്ന കാര്യങ്ങൾ കേട്ടോ. ഈ എന്റെ ഫ്രണ്ടും അവളുടെ സഹോദരിയുമായിട്ട് പിണക്കമാണ്. അപ്പൊ അവര് തമ്മിൽ മിണ്ടാട്ടമില്ല. പക്ഷേ ഭർത്താവുമായിട്ട് ഭയങ്കര കൊലാപം. പക്ഷെങ്കിൽ ഈ ഭാര്യ സഹോദരി ചെയ്തത് എന്താണെന്നറിയാം? ഈ ഭർത്താവ് പറഞ്ഞ ഓരോ കാര്യങ്ങളും വള്ളിയും പുള്ളിയും തെറ്റാതെ അവളുടെ മറ്റ് സിബ്ലിങ്സിനോടും പേരൻസിനോടും ഒക്കെ പോയി പറഞ്ഞിട്ട് ഈ ഫ്രണ്ടിനെ അങ്ങ് ഭയങ്കര വൃത്തികേടായിട്ട് അങ്ങ് ചിത്രീകരിച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇവരെല്ലാരും കൂടെ ആർത്തട്ടഹസിക്കുവാണ്. പാവം എന്റെ ഫ്രണ്ട് ഇതൊന്നും അറിയുന്നില്ല കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഞെട്ടിയില്ലേ? വിശ്വസിക്കാനായിട്ട് വിഷമമല്ലേ? പക്ഷെ ഇതുപോലത്തെയുള്ള കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. ഇത് സത്യമാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്നാന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ഇതുപോലത്തെ ഒരു കാലയളവിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മളുടെ നേരെ തിരിയാവുന്ന ഏതെങ്കിലും കാര്യങ്ങളാണെങ്കിലും ദയവ് ചെയ്ത് ആരോടും മിണ്ടായിരിക്കുക. ഈവൻ സ്വന്തം ഭർത്താവിനോട് പോലും പറയണോ വേണ്ട എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. എനിക്കറിയത്തില്ല എന്ത് ചെയ്യണോ അത് കേട്ടോ. എല്ലാ ഭർത്താക്കന്മാരും അങ്ങനെയൊന്നും അല്ല. നല്ലവരും ഉണ്ട്, ആത്മാർത്ഥതയുള്ളവരുണ്ട്, സ്നേഹസമ്പന്നരായിട്ടുള്ളവരുണ്ട്. പിന്നെ ഒരു കാര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു രഹസ്യം പറഞ്ഞില്ലെങ്കിൽ പോലും ഇക്കൂട്ടർ നിങ്ങളുടെ അഭിവൃദ്ധി കണ്ടോ അല്ല നിങ്ങളുടെ സന്തോഷം കണ്ടോ, നിങ്ങൾ അവരെന്നെല്ലാം ചെയ്തിട്ടും അതിനൊന്നും ബാധിക്കുന്നില്ലെന്ന് കണ്ടു കഴിയുമ്പോൾ നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി എന്ത് കുതന്ത്രവും പ്രയോഗിക്കുമെന്ന് പറഞ്ഞത് വളരെ സത്യമാണ്. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ രഹസ്യങ്ങളൊന്നും പറഞ്ഞ് നിങ്ങൾക്കിട്ട് വടി കൊടുത്ത് അടി മേടിക്കാതിരിക്കാനായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരുന്നാൽ വളരെ നല്ല. കാരണം നമുക്കറിയാൻ മേലെ നമുക്കൊരു മോശ സമയം വന്നെന്നിരിക്കും അല്ലേ? മോശ സമയം വന്നെന്നിരിക്കുമ്പോൾ ആരെങ്കിലും നമ്മളെ സഹായിക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളവർ എന്നെ എടുക്കുമെന്ന് അറിയാം. അയ്യോ, അല്ലെ ആ സ്ത്രീ അല്ലെങ്കിൽ ആ പുരുഷൻ ഭയങ്കര മോശമാണ്, അതിനെക്കുറിച്ച് ഇങ്ങനെയെല്ലാം ആണ്, ഇന്നതെല്ലാം ചെയ്തിട്ടുണ്ട്, വീട്ടിൽ അങ്ങനെയായിരുന്നു, അപ്പനോട് അങ്ങനെയായിരുന്നു, അമ്മയോട് അങ്ങനെയായിരുന്നു, ഇതെല്ലാം പറഞ്ഞ് നിങ്ങളെ അങ്ങ് തേജോവധം ചെയ്യാനായിട്ട് നോക്കും. അപ്പൊ നിങ്ങൾ അറിയാത്ത കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗിൽറ്റി കോൺഷ്യസിന്റെ ആവശ്യമില്ലേ? പക്ഷെ എന്തെങ്കിലും പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ ഒരു നല്ല മനസ്സിൻ്റെ ഒരു ഉടമയാണെങ്കിൽ അവർക്കൊരു ഗിൽറ്റി കോൺഷ്യസ് വരും. അയ്യോ എൻ്റെ ദൈവമേ, ഞാൻ അറിയാതെ അവളെ എന്നെക്കൊണ്ട് പറയിപ്പിച്ചപ്പം പറഞ്ഞതാണ്, അതിപ്പം കണ്ടില്ലേ, ഇങ്ങനെ വന്ന് ഞാൻ വിശ്വസിച്ച് പോയില്ലേ എന്നുള്ള ഒരു ഗിൽറ്റി കോൺഷ്യസ് വരാൻ ഇടയുണ്ട്. അതുകൊണ്ട് രഹസ്യങ്ങളൊന്നും പറയാതിരിക്കണം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ നാർസിസ്റ്റിനോട് ഒരു കാര്യവും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകരുത്. നമുക്കെല്ലാം ഒരു സ്വഭാവമുണ്ട്. നമ്മളെ അറ്റാക്ക് ചെയ്ത് വരുമ്പോഴത്തേനും നമ്മൾ മിസ്അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടാണോ എങ്കിൽ ഞാനതങ്ങ് എക്സ്പ്ലെയിൻ ചെയ്ത് എല്ലാം ശരിയാക്കാമെന്നുള്ള രീതിയിൽ എല്ലാം അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ദയവ് ചെയ്ത് നിങ്ങൾ ഇനഫ് ആൻഡ് മോർ എക്സ്പ്ലനേഷൻ ഒക്കെ കൊടുത്തു കാണുമെന്നറിയാം. എന്നിട്ട് ഇതാണ് അനുഭവമെങ്കിൽ ഇനി മേലാൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകരുത്. കാരണം എന്തെന്നറിയാമോ, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വരുമ്പോഴേത്തിന് നമ്മുടെ വായിൽ നിന്ന് അറിയാതെ എന്തെങ്കിലും വന്നു പോകും. നമ്മളും ഹ്യൂമൻ ബീയിങ്സ് ആണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് പിന്നെ നിങ്ങൾക്ക് എഗൻസ്റ്റ് ആയിട്ട് പ്രയോഗിക്കും. അസം പറഞ്ഞത് വലിയ വിഷമമുള്ളൊരു കാര്യമാണ്. നിങ്ങളെ അങ്ങനെ കുറ്റപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളോട് നുണ പറയുമ്പോൾ നിങ്ങൾ പറയാതിരിക്കാൻ നിങ്ങൾക്ക് വയ്യ. നിങ്ങൾ ദേഷ്യപ്പെട്ടെന്നിരിക്കും, വഴക്ക് പിടിച്ചെന്നിരിക്കും. പക്ഷെങ്കിൽ അതിന്റെ ആവശ്യമില്ല. പക്ഷെ പറയേണ്ടിയിടത്ത് പറയുകയും വേണം. എന്താണെന്നറിയാമോ, നേരത്തെ പറഞ്ഞിട്ടുണ്ട് നാർസിസ്റ്റിനോട് ഡീൽ ചെയ്യുമ്പോൾ നമുക്ക് ബൗണ്ടറി ലൈൻ ഇട്ട് കൊടുക്കണമെന്ന്. ആ സമയത്ത് നിങ്ങൾ പറയുന്നത് പോലെ നല്ല നട്ടെല്ലാം നിവൃത്തി പിടിച്ചതെന്ന് പറയണം. അതുപോലെ തന്നെ ഈ ബൗണ്ടറി ലൈനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് നല്ലതുപോലെ ആൻസർ തന്നെ കൊടുക്കണം. അല്ലാതെ ചുമ്മാ കണ്ടതിനും കേട്ടതിനും ദിവസം വരുന്നോണ്ട് വെറുതെ വഴക്ക് പിടിക്കരുത്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇതുപോലെയുള്ള കാര്യങ്ങളിൽ നമുക്ക് ഒരുപാട് വിഷമങ്ങൾ വന്നു, ഇനി ഒട്ടും ഡീൽ ചെയ്യാൻ മേലാത്ത ഒരു സിറ്റുവേഷൻ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ട ലീഗൽ ആക്ഷൻസ് എടുക്കണം. ലീഗലായിട്ട് കൺസൾട്ട് ചെയ്യുവോ, സൈക്കോളജിസ്റ്റ് കൺസൾട്ടേഷൻ എടുക്കുവോ, എന്തെങ്കിലും എടുത്ത് തെറപ്പി എടുക്കുവോ എന്നതെങ്കിലും വേണം. കാരണം ഈ നാർസിസ്റ്റുകൾക്കുണ്ടല്ലോ ഒരു എമ്പതി എന്ന് പറഞ്ഞൊരു കാര്യമില്ല. അവർക്ക് അവരെ മാത്രമേ ഉള്ളൂ ചിന്ത. അതുകൊണ്ടാണ് നമ്മൾ എത്ര എക്സ്പ്ലെയിൻ ചെയ്തെന്ന് പറഞ്ഞാലും അവരുടെ തലയിലോട്ട് കയറത്തില്ല. അവർ അവരുടെ കാര്യം മാത്രം നല്ലതായിട്ട് നിൽക്കാൻ വേണ്ടി എന്ത് കുതന്ത്രവും പ്രയോഗിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. മറ്റുള്ളവരോട് നിങ്ങളുടെ ഏത് രഹസ്യം വേണം പറയേണ്ടതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. രഹസ്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തേക്കരുതേ.
പ്രശ്നമാകും കേട്ടോ. ആരെയും വിശ്വസിക്കാൻ മേലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം മറ്റുള്ളവരുടെ സ്വഭാവം നമുക്ക് മാറ്റാൻ പറ്റത്തില്ല, ഇല്ലേ? നമ്മൾക്ക് നമ്മുടെ സ്വഭാവം മാത്രമേ മാറ്റാൻ സാധിക്കത്തുള്ളൂ. അതിന്റെ റിയാക്ഷൻസ് എങ്ങനെ വേണമെന്നും നമുക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് സൂക്ഷിക്കുക. ബൈ.